വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലൻ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്താണെന്ന് അറിയണ്ടേ? ഇതാണ് ഇന്നത്തെ റെസിപ്പി, അറേബ്യൻ ചിക്കൻ മന്തി. ഈ മന്തിയുടെ റെസിപ്പി ഞാൻ ആദ്യമായിട്ടൊന്നല്ല ഇടുന്നത്, ഇതിന്റെ മുൻപേ ഇട്ടിട്ടുണ്ട്. ഒന്ന് പ്രഷർ കുക്കറിൽ ചെയ്യുന്നതും അതുപോലെ ഒന്ന് റൈസ് കുക്കറിൽ ചെയ്യുന്നതും. പക്ഷെ ഇന്ന് അത് രണ്ടുമല്ല കേട്ടോ. ഇന്ന് നമ്മൾ വെറും പാനിൽ എങ്ങനെ ചിക്കൻ മന്തി തയ്യാറാക്കാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും പിന്നെ ഓൾ എന്ന ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. മന്തി തയ്യാറാക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു ചിക്കൻ മുഴുവൻ സ്കിന്നോട് കൂടിയുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ഞാൻ നെടുകെ കട്ട് ചെയ്തിട്ട് 2 വലിയ പീസാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമേൽ മസാല തേച്ച് പിടിപ്പിക്കണം. ഇതിനായിട്ട് മസാലക്കൂട്ട് റെഡിയാക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂണോളം മന്തി മസാലയാണ്. ഇത് ഹോം മെയ്ഡ് മന്തി മസാലയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ പോയി കണ്ടോളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് 3/4 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത് ഓപ്ഷണലാണ്, ഞാൻ കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു മാഗി ക്യൂബ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ടും പിഴിഞ്ഞ് ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ ചിക്കൻ പീസിലും നന്നായിട്ട് ഈ മസാല അങ്ങ് തേച്ച് പിടിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കനിലെല്ലാം നല്ല പോലെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ മിനിമം നമ്മളൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഓവർനൈറ്റൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. 2 മണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ വേവിക്കാനായിട്ട് നമ്മുടെ അരിയുടെ കണക്കിനനുസരിച്ചിട്ട് ഇതുപോലുള്ളൊരു പാനിൽ വെള്ളം എടുക്കണം. ഇതല്ലെങ്കിൽ ഇഡ്ഡലി തട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 8 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ ഇതുപോലുള്ളൊരു ഓട്ടപാത്രം വെച്ച് കൊടുത്തിട്ട് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കനെ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 40 മിനിറ്റോളം കുക്ക് ചെയ്യണം. ആദ്യത്തെ 20 മിനിറ്റ് കഴിഞ്ഞാൽ ചിക്കനെ ഒന്ന് നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ 20 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇപ്പം ഞാനിതിനെ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ നമുക്കൊരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കന് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ചിക്കനെ ഇതിൻ്റെ മുകളിൽ നിന്നും മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ താഴെയുള്ള വെള്ളത്തിൽ കണ്ടോ, ചിക്കൻ്റെ എല്ലാ നെയ്യും ഒക്കെ ഇതിൽ വെന്തിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് നമുക്ക് അളന്നെടുത്തിട്ട് വേണം ഇതിൽ അരിയിട്ട് വേവിക്കാൻ. നമുക്ക് അരിയുടെ ഇരട്ടി വെള്ളമാണ് വേണ്ടത്. ഞാനിപ്പോൾ 4 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 8 കപ്പ് വെള്ളം വേണം. നമ്മൾ ഓൾറെഡി ഇതിൽ 8 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിക്കന് വെന്ത സമയം കൊണ്ട് വെള്ളമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് അളന്ന് നോക്കിയപ്പോൾ ഒരു 3 കപ്പ് വെള്ളത്തിൻ്റെ കുറവുണ്ട്. ആ വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാഗി ക്യൂബും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 2-3 ഏലക്കായ ഇടാം. അതുപോലെ ചെറിയ പീസ് പട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഇതിലേക്ക് ചേർക്കണം.
പിന്നെ ഞാനിപ്പോൾ ഒരു നാരങ്ങ നെടുകെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉണക്കനാരങ്ങയാണ് ഏറ്റവും നല്ലത്. അതില്ലെങ്കിൽ മാത്രം പച്ചനാരങ്ങ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് ബാക്കി വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ മന്തി മസാലയും കൂടെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഏകദേശം 1 ടീസ്പൂണോളം കുരുമുളക് ചേർക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് എടുത്ത് നിൽക്കണം, എന്നാലേ നമ്മൾ വേവിക്കുന്ന റൈസിൽ ഉപ്പുണ്ടാവുള്ളൂ. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇല്ലെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഇതിൽ ഉപ്പൊക്കെ പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് റൈസ് ചേർക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 4 കപ്പ് ബസുമതി റൈസാണ്. ഇതിനെ നല്ല പോലെ കഴുകിയിട്ട് അരമണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തിയിട്ട് പിന്നെ വെള്ളത്തിൽ നിന്നും വാർത്തെടുത്തതാണിത്. ഇനി നമുക്കിതിനെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തിളക്കാനും വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. തിളക്കുന്നത് വരെ ഇതിനെ അടച്ചു വെക്കരുത് കേട്ടോ. ഇപ്പോൾ വെള്ളം തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതിനെ കുക്ക് ചെയ്യാം. നല്ല പോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. അപ്പോഴേക്കിന് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം ഇതിനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോഴേക്കിന് നമ്മുടെ റൈസ് നല്ല പോലെ കുക്കായി വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വേവിച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസിനെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കനെ ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ആക്ച്വൽ ടേസ്റ്റ് വരാനായിട്ട് ഒന്ന് ചാർക്കോൾ ഒന്ന് പുകയിട്ട് കൊടുക്കണം. ഇതിനായിട്ട് ഇപ്പോൾ ഞാൻ ചിരട്ടക്കരിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചിരട്ട കത്തിച്ചതിൻ്റെ കഷ്ണം ചൂടോട് കൂടെ തന്നെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 ടീസ്പൂണോളം ഓയിലൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ടൊന്ന് പുകഞ്ഞു വരും. അപ്പോൾ നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഇതുപോലെ തന്നെ അങ്ങ് വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിനെ തുറന്നിട്ട് നമ്മൾ വെച്ച ചാർക്കോൾ അങ്ങ് ഇതിൻ്റെ അകത്തുനിന്നും റിമൂവ് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇത് നമ്മൾ പുറത്ത് പോയിട്ട് കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാനും വേണ്ടിയിട്ട് തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിന് ശേഷം വരുന്ന ഓൾ എന്ന ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പം നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.